ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നൊരു കാര്യം, കർണാട്ടിക് മ്യൂസിക്കിൽ ഉള്ള രാഗാസ്. കർണാട്ടിക് മ്യൂസിക്കിന് ഒത്തിരി രാഗാസുണ്ട്. ഈ രാഗാസിനകത്തെല്ലാം സ്വരങ്ങളുണ്ടല്ലോ, 7 സ്വരം. സ രി ഗ മ പ ധ നി സ. ആരോഹണ അവരോഹണത്തിൽ സ ഇലും പായിലും, സായും പായും സ്വരങ്ങളിൽ 1 ബീറ്റ് മാത്രമാണ് കൊടുക്കുന്നത് രാഗത്തിൽ, സായിലും പായിലും. ബാക്കിയുള്ള സ്വരങ്ങളിൽ 2 ബീറ്റ്സ് കൊടുക്കും, 2 ബീറ്റ്സോ 3 ബീറ്റ്സോ കൊടുക്കും. പക്ഷേ ഈ സായിലും പായിലും നോ റിപ്പീറ്റേഷൻ. അതിൽ 3 ബീറ്റ്സ് ഞാനുണ്ടെന്ന് പറഞ്ഞത് വളരെ റെയറാണ്. പക്ഷെ 2 ബീറ്റ്സാണ് കൂടുതലുള്ളത്. ഈ സാ ടു നീ, സരിഗപദനി നീ വരെയുള്ള സ്വരങ്ങൾക്കിടയിൽ ഈ 3 എന്ന് ഞാൻ പറഞ്ഞത് വളരെ റെയറാണ്, കൂടുതലില്ല. 2 ആണ് കൂടുതലുള്ളത്, 2 ആൻഡ് 1 ഓൺലി. ഈ സായിലും പായിലും 2 ബീറ്റില്ല. 2 ബീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്വരത്തിൽ 2 വാക്കില്ലെന്നാണ് ഉദ്ദേശിച്ചത്. 1 ബീറ്റ്. അപ്പോൾ അതിൽ ഈ കർണാട്ടിക്സ് രാഗാസിനകത്ത് കൂടുതലും ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, രാഗം മുഴുവൻ ചെയ്തിരിക്കുന്നത്. സായിലും പായലും 1 ബീറ്റ് വെച്ചും മറ്റുള്ള സ്വരങ്ങളിൽ 2 വെച്ചുമാണ് ചെയ്തിരിക്കുന്നത്. അത് അവരോഹണത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും. ആരോഹണത്തിൽ പോകുന്ന സമയത്ത് രീയിൽ 2 ആണെങ്കിലോ ദായിൽ 2 ആണെങ്കിലോ, തിരിച്ച് അവരോഹണത്തിൽ നീയിൽ 2, മായിൽ 2, അങ്ങനെയൊക്കെ വ്യത്യാസം വരുത്തിയാണ് രാഗസ് ഉണ്ടാക്കും. അപ്പോൾ ഇത് ഞാൻ സ്വയം ഇത് കണ്ടുപിടിച്ചത് ഈ പാട്ട് ഇങ്ങനെ കമ്പോസ് ചെയ്ത് ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ കൃതികൾ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്തു, രാഗാസ് ഈ ക്രമത്തിൽ. അത് അതിൽ നിന്ന് കണ്ടുപിടിച്ചൊരു സംഭവമുണ്ട്. അത് ലാംഗ്വേജാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഒരു ലാംഗ്വേജ് സംസാരിക്കുന്നതിൻ്റെ രീതി, ആ ലാംഗ്വേജിൻ്റെ ഉൾപ്പെട്ടതാണ് ഈ കർണാട്ടിക് മ്യൂസിക്. അപ്പോൾ അവർ സംസാരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ സായി സംസാരിച്ച് കഴിഞ്ഞാൽ, സാ എന്ന് പറഞ്ഞ സ്വരസ്ഥാനം ഉണ്ടല്ലോ, അത് സംസാരിച്ചിട്ട് അടുത്തതിലോട്ട് സരി ഗ എന്ന് വരുന്ന ആ പൊസിഷനിലോട്ട് സ്വരങ്ങൾ മാറിപ്പോകുന്ന, സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കുകൾ മാറി പോകുന്നതാണ്. അപ്പം നിന്നെ ഞാൻ നാളെ കാണാൻ വരട്ടോ എന്ന് പറഞ്ഞാൽ, അത് അവരുടെ രീതി കർണാട്ടിക്കിൻ്റെ രീതി സംസാരിച്ച് കഴിഞ്ഞാൽ സായിൽ നിന്നെന്ന് വരും, ഞാനെന്നുള്ളത് രീയിൽ വരും, രീ തന്നെ വീണ്ടും ഒരു സ്വരം കൂടെ വരാം, ഞാൻ നിന്നെ കാണാൻ വരട്ടെ എന്നുള്ളത് ഗായിലോട്ടും പോകും. എന്ന് പറഞ്ഞാൽ സായിലൊന്ന്, രീയിൽ 2, ഗായിലൊന്ന്. പിന്നെ ഗായിൽ നിന്ന് വീണ്ടും മുകളിലോട്ട് പോകുമ്പോൾ അതേ രീതിയിലായിരിക്കും മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞ രാഗം, അതൊരു രാഗത്തിൻ്റെ ഒരു പേരുണ്ട്. അതിനെ മൊത്തം ഞാൻ പറഞ്ഞില്ല, എന്നാലും അതിനൊരു രാഗത്തിൻ്റെ ഒരു പേരുണ്ട്. അതിൻ്റെ കർണാട്ടിക് മ്യൂസിക്കിൽ ഒത്തിരി രാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കർണാട്ടിക്കിൽ കൂടുതൽ 90% ഞാൻ നോക്കിയെടുത്തോളം ഇതേ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. സായിലും പായിലും 2 ബീറ്റില്ല, ബാക്കിയുള്ളതിലാണ് അവർ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റീസൺ, ഇപ്പോൾ സായിൽ നമുക്ക് ശുദ്ധ ഷഡ്ജം എന്നൊക്കെ പറയുന്നത്, പിന്നെ ശുദ്ധ പഞ്ചമം ഇല്ല, ഷാർപ്പ് നോട്ട് ഇല്ല. ഇതിനകത്ത് പഞ്ചമത്തിൽ ഷാർപ്പില്ലല്ലോ, സായിലും ഷാർപ്പില്ലല്ലോ.
അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ അവരത് ചെയ്യാത്തതെന്ന് ഒരു ഡൗട്ടുണ്ട്. ബാക്കി എല്ലാത്തിലും ഷാർപ്പും അന്തരവുമുണ്ട്. അപ്പോൾ അത് കാരണമായിരിക്കാം ഈ സായിലും പായിലും അവർക്ക് രണ്ട് സ്വരമില്ല. കാരണം അവർക്കതങ്ങനെ പാടാൻ പറ്റില്ല അവരുടെ ലാംഗ്വേജ് പ്രകാരം. അവരുടെ സ്വരഗതി അനുസരിച്ച് അവർക്ക് സായിൽ 2 കൊടുത്ത് സംസാരിക്കാനും പറ്റില്ല, പാടാനും പറ്റില്ല. അവർ എന്ത് സംസാരിച്ചാലും ആദ്യം സായിൽ 1, രീയിൽ 2, ഗായിൽ 1, അങ്ങനെയാണ് മാറിപ്പോകുന്നത്. അതിനാണ് ഒരു രാഗം പറഞ്ഞിരിക്കുന്നത്. ഈ കർണാടിക് മ്യൂസിക്കിന് ശ്രീരഞ്ജിനി രാഗമുണ്ട്. ശ്രീരഞ്ജിനി രാഗത്തിൽ താളം ആദ്യ താളം. അപ്പോൾ അതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന ആരോഹണത്തിൽ പറഞ്ഞിരിക്കുന്നത് സ രി ഗ മ ദ നീ സായാണ്. അപ്പോൾ സായിലും 1 ബീറ്റിൻ്റെയാണ്, രീയിൽ 2 ബീറ്റ്, ഗായിൽ 1, മായിൽ 1, ദായിൽ 2, നീയിൽ 1 സ. തിരിച്ച് അവരോഹണത്തിൽ സ, നീയിൽ 1, ദ 2, മാ 1, ഗ 1, രീ 2 സ. അങ്ങനെയാണ് അതിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പായില്ല. ഈ ശ്രീരഞ്ജനിക്കകത്ത് പായുള്ള ഉണ്ട്. അതിൽ പക്ഷേ മറ്റുള്ള രാഗങ്ങളിലും ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാ രാഗങ്ങളിലും നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്ന ഒരു സംഭവമാണ് സായിലും പായിലും നോ റിപ്പീറ്റേഷൻ. ബീറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബീറ്റ് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 ബീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഡ്രമ്മിപ്പോൾ അടിക്കാനല്ല പറഞ്ഞത്. ഒരടിക്ക് ഒരു വാക്ക്, ഒരടിക്ക് 2 വാക്കും പറയാം. ഈ ഒരടിക്ക് ഒരു വാക്ക് ഉള്ള ആ രീതിയിലാണ് എന്നെ ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ഒരു വാക്ക് നമുക്ക് അതിനകത്ത് പറയാൻ പറ്റും ഒരടിയിൽ, ഈ രാഗത്തിൽ. കാരണം നമ്മൾ 2 വാക്ക് പറയാൻ പോയാൽ, അല്ലെങ്കിൽ നീളത്തിലൊരു വേർഡാണ് പറയുന്നതെങ്കിൽ, സിന്ദൂര സന്ധി എന്ന് പറയുമ്പോൾ ആ സിന്ദൂര സന്ധി എന്ന് അത് ഈ പറഞ്ഞു കഴിഞ്ഞാൽ സിന്ദൂര സന്ധി ഓട്ടോമാറ്റിക്കായിട്ട് ഈ സന്ധി അങ്ങ് അപ്പുറത്ത് പോകും, അടുത്ത സ്വരത്തിൽ പോകും. സിന്ദൂര സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒറ്റ സ്വരത്തിലല്ല. സിന്ദൂര സന്ധി ഒറ്റയ്ക്ക് അടുപ്പിച്ച് പറഞ്ഞാലും സന്ധി അടുത്ത സ്വരത്തിൽ പോകും. സന്ധിയുടെ അടുത്ത് വരുന്ന സ്വരം സന്ധി നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധി നീയും രീയിൽ വരും. അങ്ങനെ സാ 1, രീ 2, ഗ വീണ്ടും 1, അങ്ങനെ പോകും. അതാണ് ഈ പറഞ്ഞത് സ രി ഗ മ ദ 2 ദ നി സ. അതുകൊണ്ട് സംഭവിക്കുന്നതിൻ്റെ കാരണം മെയിനായിട്ടും അവർ ലാംഗ്വേജ് കർണാട്ടിക് സംസാരിക്കുന്നതിൻ്റെ രീതിയും സംസാരിക്കുമ്പോൾ അത് ആ രീതിയിൽ പോകുന്നത് കൊണ്ടാണ് ആ രീതിയിൽ അവരുടെ പാട്ടുകളെല്ലാം കർണാട്ടിക്കിൽ ഇതേ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. രാഗം സായിൽ സ്വരം ഇരട്ടിക്കുന്നില്ല. നമ്മൾ സംസാരിക്കുമ്പോഴായാലും പാടിയായാലും സായിൽ സ്വരം ഇരട്ടിക്കത്തില്ല, പായിലും ഇരട്ടിക്കത്തില്ല. ബാക്കിയുള്ള സ്വരങ്ങളിൽ മാത്രമേ ഉള്ളൂ ഒരു സ്വരത്തിൽ ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അവരോഹണത്തിലാണ് രാഗം ഉണ്ടാകുന്നത്. ഈ ശ്രീരഞ്ജിനി രാഗത്തിൽ പായില്ലെന്നേ ഉള്ളൂ. സാരി ഗ മ ദ നീ സ ഉണ്ട്, സാനി ദ മ ഗ രീ സ ഉണ്ട്. അതുപോലെ വേറെ രാഗം നോക്കിയാൽ ശുദ്ധ സാവീരിയുണ്ട്. ശുദ്ധ സാവീരിക്കകത്ത് താളം രൂപകത്തിൽ സാരി മ പ ദ സ, അവരോഹണം സാ ദ പ മ രി സ. അതിൽ സ രി 2 ഉണ്ട്, മ 1, പ നത്തിങ്, ദ 2 സ. അവരോഹണത്തിൽ സ ദ 2 പ മ 1 രി 2 സ. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാം 2 അങ്ങനെ 3 ഒരു രീതി ഒന്നുമില്ല. ഒരു 3 ബിറ്റിൻ്റെ ഒരു പരിപാടി രാഗങ്ങളിലില്ല. എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ സായും പായ ഒഴിച്ച് ബാക്കി ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് 2 ചേർക്കാം. 3 ഇല്ല. ഞാൻ 3 വെറുതെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ട് 3 കാണുമെന്ന്. നമുക്ക് 80% ഞാൻ പറഞ്ഞു, ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ പഠിച്ച ഈ ബുക്കിനകത്ത് ഒന്നും കാണുന്നില്ല. അത് 2 മാത്രമേ കാണൂ. 2
അപ്പം അവരോഹണത്തിൽ സായും പായും ഒഴിച്ച് ബാക്കി എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ടു ആഡ് ചെയ്യാം. അങ്ങനെയാണ് രാഗങ്ങളുണ്ടാകുന്നത്. അങ്ങനെ ഒത്തിരി രാഗങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കണ്ടുപിടുത്തം ഞാൻ കണ്ടുപിടിച്ചതിൻ്റെ ഒരു PhD ഡോക്ടറേറ്റ് എനിക്ക് ആവശ്യപ്പെട്ടതാണ്. കാര്യം വേറെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ലാംഗ്വേജിൻ്റെ പ്രൊനൗൺസിയേഷൻ രീതി അല്ലെങ്കിൽ സ്വരഗതിയുടെ രീതി അനുസരിച്ചാണ് ഇത് സംഭവിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഒരു സ്വരം കഴിഞ്ഞ് മറ്റുള്ളിടത്തോട്ട് 2 അങ്ങനെ ഇരട്ടിച്ച് വീണ്ടും ഓരോ രീതിയിൽ ഓരോ സ്വരഗതിയിൽ ഇതിങ്ങനെ ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഓരോ സ്വരഗതിയിൽ. പക്ഷേ കർണാട്ടിക്കിനകത്ത് ഇതിൻ്റെ ബേസിക്കായിട്ട് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ ഇതാണ്. നമ്മൾ വെറുതെ സംസാരിക്കുമ്പോൾ തന്നെ ആദ്യ സ്വരത്തിൽ ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതെന്തുകൊണ്ട് എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, എന്താണ് കാരണം, ഈ രാഗങ്ങൾ ഈ രീതിയിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, രാഗങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മറ്റുള്ള പാട്ടുകളിൽ ഇപ്പോൾ ഒരു സ്വരത്തിൽ 3 ബീറ്റ്, ഒരു സ്വരത്തിൽ 3 4 പാടാം, 4 പേരും പാടാം. അങ്ങനെയുണ്ട്. വെസ്റ്റേൺ നോട്ട്സിലൊക്കെ അങ്ങനെ ഇടുന്നുണ്ട്. ഒരു സ്വരത്തിൽ 4 ബീറ്റ്സും 4 ചെയ്യാം. പക്ഷെ നമ്മുടെ ഈ കൃതി കർണാട്ടിക്കിനകത്ത് പറ്റില്ല. ഈ ഒരു തന്നിരിക്കുന്ന മുഴുവൻ കൃതിരാഗങ്ങളിലും 2 ചെയ്തിട്ടുള്ളൂ. ഒരു സ്വരത്തിൽ 2. അത് സായും പായും ഒഴിച്ചാണ്. അതിനുള്ള കാരണം അവരുടെ ലാംഗ്വേജ് തന്നെയാണ്, അവർ പ്രൊനൗൺസ് ചെയ്യുന്ന രീതി അതുകൊണ്ടാണ്. നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മളെന്ന് പറഞ്ഞാൽ എവിടെ പോകും, നമ്മൾ സംസാരിക്കുമ്പോഴും അതിപ്പോൾ ശ്രുതിയൊന്നുമില്ലാതെ നമ്മൾ വെറുതെ സംസാരിച്ചാലും സായും ആ രീതിയിലേ പോകത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞാൽ സംസാരിക്കുന്ന അടുത്ത ലെവലിലാണ്. ബോഴു എന്ന് പറഞ്ഞാൽ വീണ്ടും അതിനകത്ത് തന്നെ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് പോകുന്നത് നേരെ ഗായിലോട്ടാണ്. ആ രീതിയിലാണ് സംസാരത്തിൻ്റെ രീതി പോകുന്നത്. കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ 3 സ്വരങ്ങളിലായിരിക്കും കൂടുതൽ. പിന്നെ മാക്സിമം 3 പഞ്ചമത്തിൻ്റെ അവിടെ മധ്യമം വരെയൊക്കെ നിൽക്കും സംസാരിക്കുമ്പോൾ കൂടുതൽ. പിന്നെ വളരെയധികം ലെവൽ കൂട്ടി സംസാരിക്കുമ്പോൾ മാത്രമേ പഞ്ചമൊക്കെ കഴിഞ്ഞ് നീസിലൊക്കെ പോകാൻ പറ്റൂ. സാധാരണ നമ്മൾ സംസാരിക്കുന്നതല്ല ഈ ഒരു 3-4 സ്വരത്തിനകത്ത് നിൽക്കത്തുള്ളൂ. അപ്പോൾ പാട്ടിനത് പോരാ. പാട്ടിനെന്ന് പറഞ്ഞാൽ നിഷാദം വരെ എപ്പോഴും നിഷാദ് ഷഡ്ജം അങ്ങനെ സ്കെയിൽ മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു സംഭവം കണ്ടുപിടിച്ചതിൻ്റെ ഒരു ഡോക്ടറേറ്റ് എനിക്ക് തരണം എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? കേരള യൂണിവേഴ്സിറ്റിക്കോ കർണാടക യൂണിവേഴ്സിറ്റിക്കോ തോന്നണം ഒരു ഡോക്ടറേറ്റ് എനിക്ക് തരാൻ വേണ്ടി. കാരണം ഇത്ര ഞാൻ കണ്ടുപിടിച്ചില്ലേ. എന്തായാലും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. മൈ നെയിം ഈസ് റജി മാത്യു. My another name is Raji Matthew Pontre. Another name means this is my YouTube channel ID name, Raji Matthew Pontre. One more YouTube channel ID is Raji IPS. Another channel is also there, rajimatthew.pondre. Pondre is my house address. And my mobile number is 0091703417129 and another number is 0091628205707. My YouTube channel, you have to subscribe it, share it. Please subscribe and share it. My house address is Raji Matthew Pondre, District Court 8/949. C2 Kerala 3 Nayanakad Karolam, Trivandrum 69556. And the pin number is 6950134 Kajan, Trivandrum, Kerala, India. My another reference is address is Raji Matthew Pondre. Joy Bandarakla Laos, opposite Christian Resource Center School, Kalabram, Biakotara, Korean District, Kerala, India. Thank you for listening. All right, it's said. കർണാട്ടിക് മ്യൂസിക്കിൽ ഈ സംഭവം മനസ്സിലായല്ലോ. രാഗങ്ങൾ എങ്ങനെ ഉണ്ടായി, രാഗങ്ങൾ ഉണ്ടാകാനുള്ള മെയിൻ കാരണം, ഏത് രീതിയിലാണ് രാഗങ്ങൾ രൂപപ്പെടുത്തി, ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. ഓരോ രാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിലുള്ള വ്യത്യാസമാണ്. സായും പായും ഒഴിച്ച് മറ്റുള്ള സ്വരങ്ങൾ 2 ബീറ്റ് വീതം കൊടുത്ത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സായും പായും കൊടുക്കാത്തതിൻ്റെ കാരണം
നമ്മൾ കീബോർഡിലായാലും സായ്ക്ക് ഒരു ബട്ടണേ ഉള്ളൂ. മറ്റുള്ള സ്വരങ്ങൾക്ക് 2 ഉണ്ട്, ഷാർപ്പുണ്ട്. അത് കാരണമാണ് സായ്ക്കും പായ്ക്കും ഒറ്റതേ ഉള്ളൂ. അത് കാരണമായിരിക്കണം അവരത് അങ്ങനെ ചെയ്യാത്തത്. അതൊരു റീസണാണ്. അവർക്കെല്ലാം സായും പായ്ക്കും ഇല്ലല്ലോ. അതുമല്ല, നമ്മൾ സംസാരിക്കുമ്പം അത് അവരുടെ സംസാരത്തിലായാലും സംസാരിക്കുമ്പോൾ സായിലും പായിലും 2 വാക്ക് പറയാൻ പറ്റില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത സ്വരത്തിലോട്ട് പോകും. അതുകൊണ്ടും കൂടെയാണ്. ഈ രീതിയിൽ ഇത്രയും സംഭവം കണ്ടുപിടിച്ചതിന് യൂണിവേഴ്സിറ്റി എനിക്കൊരു ഡോക്ടറേറ്റ് തരാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത് കാണുന്നവർ സബ്മിറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.